ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ആദ്യമായി സമ്മേളിച്ചത് ലണ്ടനിൽ വെച്ച് 1946-ലാണ്. നല്ല മാർക്ക് വാങ്ങിക്കണം കേട്ടോ, പരീക്ഷ ഒന്നുപോലും വിടരുത്. പിന്നെ എല്ലാ സബ്ജക്റ്റിനും നല്ല മാർക്ക് ആയിരിക്കണം കേട്ടോ. ചേട്ടാ, ആ പലിശക്കാരൻ ഇന്നലെ വന്നിരുന്നു. കുറെ അടിച്ചിട്ടാ പോയി. വിഷമിപ്പിക്കാൻ പറഞ്ഞല്ല, ഞാൻ അമ്മയുടെ മരുന്ന് തീർന്നിരിക്കുക. വീട്ടിലേക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടോ? വേണ്ട ചേട്ടൻ, ആ മരുന്ന് വാങ്ങിച്ചു തന്നാൽ ശരി. എന്താ സാറേ? നിങ്ങൾ കറണ്ട് ചാർജ് അടച്ചില്ലായിരുന്നല്ലോ, കേസ് വരാൻ വേണ്ടി വന്നു. അയ്യോ സാറേ, ഞാൻ അടച്ചേക്കാം കേട്ടോ. ഞാൻ വിട്ടുപോയതാണ്. ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ അങ്ങ് അടച്ചേക്കാം. അത് കുഴപ്പമില്ല, ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തെ കൊണ്ട് അടയ്ക്കും. 3 മണിക്ക് ഇപ്പം അടയ്ക്കണം കേട്ടോ. ഞാൻ അടച്ചേക്കാം.
അമ്മ എന്തേടി? അമ്മയ്ക്ക് തീരെ വയ്യ, അമ്മ കിടക്കുവാ. മരുന്നുണ്ടോ അമ്മയ്ക്ക്? എന്തിനാ ഇങ്ങനെ ഇണക്കിക്കൊണ്ടിരിക്കുന്നത്? വിഷമിക്കാതെ, ചോറ് വരുത്തില്ല. മടുത്തടി, പലിശക്കാരൻ, വീടിന്റെ ലോണ്, നിന്റെ ആശുപത്രി, അമ്മയുടെ മരുന്ന്, എത്ര കൂട്ടിയിട്ട് നമുക്ക് വിഷമിക്കാതെ, എല്ലാം ശരിയാവും. ശരിയാവും, എല്ലാം ശരിയാവും. പക്ഷെ നീ ഒന്ന് മനസ്സ് വെക്കണം. അതെന്തുവാ? അതോ എടി, ഞാനൊരു അപകട ഇൻഷുറൻസ് എടുക്കാം. അതാകുമ്പോ എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം സേഫാണ്. നിങ്ങൾക്ക് ഈ ആവശ്യമില്ലാത്ത കാര്യം പറയാനേ അറിയത്തുള്ളൂ. നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആരുണ്ട്? നിങ്ങളത് ഓർത്തോ? നീ എന്തോ കൊച്ചു പിള്ളേരെ, ഞാനൊരു തമാശ പറഞ്ഞില്ല, നീ അവിടെ എന്താ എന്റെ മക്കൾക്ക് തന്നില്ല, പിന്നെ ഞാൻ ആർക്കാണ്? പഠിച്ചല്ലോ, പഠിച്ചോ? പഠിത്തം കഴിഞ്ഞ് ഞങ്ങളിവിടെ കളിച്ചിരിക്കുകയാണ്. എൻ്റെ വണ്ടിയുടെ കംപ്ലൈൻറ്റ് നിങ്ങളുടെ ശരിയേട്ടാ. ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ വെള്ളം തിളപ്പിച്ചിട്ട് റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ 1 കിലോ അരി മേടിക്കാനുള്ള പൈസ കൊണ്ട് നമുക്ക് അതുകൊണ്ട് അന്നമാണ് നമ്മുടെ ഈ ഓട്ടം. അപ്പൊ ശരിയാണോ? ഓക്കെ. നല്ലൊരു ഓട്ടോ ആയിരുന്നു അത്. എന്താടാ കൂട്ടാ, എന്ത് പറ്റിയാടാ നിനക്ക്? കൂട്ടാ, എന്തുവാടാ? ഒന്നുമില്ല. എന്തുവാണേലും പറ. ആ പലിശക്കാരൻ മോഹനവിനെ തല്ലി ജോസേ. ഇതിന്റെ പല വട്ടം വന്നിട്ടുണ്ട്. രാവിലെ വിളിച്ച് എന്നെ ഇങ്ങനെ കളിയാക്കും കേട്ടല്ലോ. ഇന്നത്തെ കേരളം ഉണ്ടോ? ഇന്നത്തെ കേരളം ഇല്ല, നാളത്തെ ഡൽഹി ഉണ്ട്. തോന്നുന്നു എടുക്കട്ടോ. തമാശക്കാരൻ അടിക്കുന്ന പറഞ്ഞില്ല, അങ്ങോട്ട് പറ. അടിയാണോ എടുത്തു തരുന്നത്? ജാഡിൽ പറഞ്ഞാൽ അടിക്കുന്നവരെ എടുക്കാൻ കളിക്കാതെ പൈസ വെച്ചിട്ട് പോകും. അടിക്കുന്നെടുക്കാൻ പറഞ്ഞാൽ അടിക്കുന്നെടുക്കും, മേളിൽ നിറക്കാൻ പറഞ്ഞാൽ മേളിൽ നിന്നെടുക്കും. അടിക്കുവോ? അതൊരു കാര്യം ചെയ്യും, നാം മേളിൽ നിന്ന് തരാം. ഇപ്പം 100 രൂപയ്ക്ക് ശരിയായി. 50 രൂപയ്ക്ക് 2 എണ്ണം കൂടെ എടുത്ത് ഇല്ല, 2 രൂപ 100 അടിക്കുന്നത് പോയി, മേളിൽ നിന്ന് പോയി. സെക്കൻഡ് അടിക്കുവോ? പലിശക്ക് പൈസ തരാം. നീ എത്ര മാസം പൈസ വെച്ചിട്ട്? 4 മാസം ഇല്ലയോ? പൈസ എന്നാ അവൻ എടുക്കലണ്ട. എന്നാ അമ്മയ്ക്ക് മരുന്നാണോ വേണം? എന്നാ ഇന്ന് വൈകിട്ട് 4 മണിക്ക് മുമ്പ് പൈസ തന്നില്ലെങ്കിൽ നിന്നെ വീട്ടിൽ വെക്കും.
നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെയാടാ. പലിശക്കാർക്കും സീസിക്കാർക്കും എല്ലാം കുറിച്ച് നിന്റെ പൈസ വല്ല ഇരിപ്പുണ്ടോ? ഇനി എടുത്തേ. അതെന്നെ ഉണ്ടോ? ഇങ്ങനെ എടുത്തേണ്ണ. പിടിയടാ ഇത്. വാ വണ്ടി കയറാം. വാ വാ വാ. മേഡം എങ്ങോട്ടാണ്? ഇവിടെ ചന്ദ്രപ്പൻ സ്മാരക ബിൽഡിംഗ്. ഇതാണ് മേഡം നമ്മുടെ വഴിയുടെ അവസ്ഥ. ഇതിനു മുമ്പ് മേഡത്തിനെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഞാനിപ്പോ നേരെ നോക്കി വണ്ടി ഓടിയില്ലേ. നിനക്ക് എന്നെ ഇപ്പോഴും മനസ്സിലായില്ല? എനിക്ക് മനസ്സിലായില്ല മേഡത്തിനെ. ഞാനാടാ പഴയ അന്നമ്മ. അന്നമ്മ ചാക്കോ. 10 വീ പിടിക്കുന്ന ചാക്കോച്ചി. അതെ, അന്നമ്മ ചാക്കോച്ചി. നീ അങ്ങ് ആള് മാറിയില്ല. സത്യം പറഞ്ഞ നീ കണ്ടപ്പോ മനസ്സിലായില്ല നിന്നെ. എന്തോ പാവം പിടിച്ചൊരു പെണ്ണായിരുന്നു. നീ ഭയങ്കര മോഡേണൊക്കെ ആയില്ലേ? അട്ടാ നീ ഇപ്പൊ എവിടെയാണ്? ഞാൻ ബാംഗ്ലൂരിലൊരു ബിസിനസ് സ്ഥാപനം നടത്തുന്നു. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് നീ സ്റ്റാൻഡിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. നിന്നെ ഒന്ന് കാണാനായിട്ടാണ് ഞാൻ വന്നത്. സുഖമായിട്ട് പോകുന്നു. കുഴപ്പമില്ല, തട്ടിമുട്ടിയൊക്കെ പോകുന്നു. ഓട്ടോക്കാരുടെയൊക്കെ ജീവിതമല്ലേ, ഇങ്ങനെ പോകുന്നു. എടി നിനക്ക് ഈ സ്ഥലം ഓർമ്മയുണ്ടോ? അന്ന് ആ സമയമൊക്കെ എന്ത് രസമായിരുന്നല്ലേ. സമയം ഒരുപാടായി. എന്നാ നമുക്കിനി പോവടാ. ഇനി പോവാം. ഇതാണ് എൻ്റെ കാർഡ്. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കണം. ഞാൻ പോകട്ടെ. മോനെ പോലീസുകാർ കൊണ്ടുപോയി. മോനെയോ? എന്തിനാ? എന്തിനാണെന്ന് എനിക്കറിയില്ല. സ്റ്റേഷൻ വരെ പോവാം. ജോസോ? എന്താ ജോസേ? സാറേ, ഇദ്ദേഹം എന്റെ കൂട്ടുകാരനാണ്. ഇദ്ദേഹത്തിന്റെ മകനെ ഇവിടെ പോലീസുകാർ പിടിച്ചെന്ന് പറഞ്ഞു. എന്തോ ഒന്ന് അന്വേഷിക്കാൻ ഞാൻ ഇവിടെ വന്നത്. ജോസേ, ഇതൊരു കുഴപ്പം പിടിച്ച കേസാണ്. ജോസ് ഇതിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. ജോസ് വാ പറയാം.
നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതെന്റെ എനിക്കത്തില്ല. കാര്യങ്ങളൊക്കെ കൈവിട്ടു. ജോസിനറിയാമല്ലോ, ഇത് മയക്കുമരുന്ന് കടത്തിയ കേസാണ്. നിയമം ഇപ്പോൾ വളരെ സങ്കീർണമാണ്. നിയമത്തിന്റെ കുരുക്കുകളും നിയമക്കുരുക്കുകളും എല്ലാം വളരെ സങ്കീർണം. അപ്പൊ ഇതിനകത്ത് ഞാൻ FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യും. സാറിന്റെ സ്വാധീനം ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു എന്റെ ജോസിന് കാര്യങ്ങളൊക്കെ അറിയാവുന്നല്ലേ, പിന്നെയും ജോസ് ഇങ്ങനെ പറയുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമുള്ളത്. തെറ്റൊന്നും ചെയ്യാത്തൊരു പയ്യനാണ്. ഞാൻ പറയട്ടെ, ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ലൊരു വക്കീലിനെ, കോടതിയിൽ പോയിട്ട് നല്ലൊരു വക്കീലിനെ കാണും. എന്നിട്ട് അവിടുന്ന് നിയമപരമായിട്ട് നിങ്ങൾ നീങ്ങും. നിയമത്തിന്റെ മുന്നിൽ ഇവ കുറ്റക്കാരനല്ലെന്ന് നിങ്ങൾ തെളിയിക്കും. അത്രേ ഉള്ളൂ. എടാ, നിരപരാധികളായ ഇറങ്ങിക്കോളും. അറിയാം, കാര്യങ്ങൾ അറിയാം, എനിക്കറിയാം. പക്ഷെ ഞാൻ എന്റെ കയ്യിൽ നിന്ന് കൈവിട്ടുപോയി. ഒരു തെളിവ് നമുക്ക് അനുകൂലം. നിനക്ക് എന്താ പറ്റില്ല? നീ സത്യം പറ. നീ എന്താന്ന് വെച്ചാൽ സത്യം പറ. ബ്രോ എന്നെ ഒന്ന് ജംഗ്ഷൻ വരെ ആക്കാമോ? ഇല്ല ബ്രോ, ഞാൻ ഇവിടെ വരെ. എനിക്ക് 1 മണിക്കൊരു ട്രെയിൻ ഉണ്ട്. അർജന്റാണ് ബ്രോ. എന്നാ കയറുന്നു. നീ പേടിക്കണ്ട. എങ്ങനെ നിന്നെ അപ്പുറത്താണ്? നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഹലോ, സാറാണോ? സാറേ, ഞാൻ ഒരു ഓട്ടോറിക്ഷക്കാരനാണേ. പറയും. സാറിന്റെ മോൾക്കൊരു ചെറിയൊരു ആക്സിഡന്റ് പറ്റി. ആക്സിഡന്റോ? ഇവിടെ വലിയ ഉപകാരം ചേട്ടാ, നന്ദിയുണ്ട്. അതൊന്നും സാരമില്ല, ഇതൊക്കെ ഞങ്ങളുടെ കടമയല്ലേ. പിന്നെ സാറിന്റെ മോളുടെ ഐഡന്റിറ്റി കാർഡിനകത്ത് സാറിന്റെ നമ്പർ ഉണ്ടായിരുന്നു, അത് കണ്ട് വിളിച്ചതാ. സാറിന് എന്നെ മനസ്സിലായോ? എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായി, ആവശ്യമായി സാറിന്. ഇതോ സാറിന്റെ ആവശ്യമായി. നീയാണോ ചോദിക്കുന്നത്? സാറിനോട് സ്നേഹമുണ്ടോ സാറേ? സാറിന്റെ കോട്ടയെ സാറിന് കഴിക്കുന്ന കഴിഞ്ഞു. ഇല്ലല്ല, മതി. ഇനി കൂടുതലായി കഴിഞ്ഞാൽ കൂടുതലൊന്നും പറയണ്ട. എന്റെ ജോലി ബാധിക്കും സാർ. പ്ലീസ് എടുത്തോളൂ. സർപ്രൈസ് മതി. സാറ് നേരിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ പണിയെ ബാധിക്കുന്നതാണ്. പ്ലീസ് മതി. സാറ് മാനേജരാണോ? ആവശ്യം
ഓട്ടം കഴിഞ്ഞ് അത്യാവശ്യം കഴിച്ചിട്ടാ അല്ല എന്താ സാറേ ഒരു പെഗ് അത്യാവശ്യം കഴിക്കാനുണ്ട് അതുകൊണ്ടാണ് ഇന്ന് പറഞ്ഞാൽ മതി സാർ പ്ലീസ് ഒരു പെഗ് കൂടെ കാരണമല്ലേ സാറേ അത് മതി സാറേ ഓക്കെ സാറേ എന്റെ പൈസ ഓട്ടോ കൂലി എത്ര ഓട്ടോ കൂലി? 150 രൂപ സാറേ. 150 ഗുണമേ എവിടെ നിന്നിട്ട് അതിന്റെ വണ്ടിയൊന്നും എനിക്ക് വേണ്ട. എന്ത് സാറേ സാറിന് കണ്ടുപിടിക്കാൻ പൈസ ഉണ്ടല്ലോ. പൈസ സാറേ സാർ എന്റെ പൈസ സാറിന് കണ്ടുപിടിക്കാൻ പൈസ ഉണ്ട്. എന്റെ പൈസ തന്നെ പറ്റേ സാറേ എനിക്ക് എന്റെ പൈസ ഞാൻ എന്റെ പൈസ ഫോൺ വിളിക്കുന്നത് സാർ കയറി കൂടെ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട സാറേ. ഞാൻ മര്യാദയ്ക്ക് പൈസ സർക്കാരിനാണല്ലോ. സാറേ ഞാൻ ഗസറ്റഡ് റാങ്കൊന്നുമല്ല. ഞാൻ ഇതുകൊണ്ട് ജീവിക്കുന്നത്. പക്ഷേ എനിക്ക് എന്റെ പൈസ കിട്ടിയ പറ്റില്ല. സാറിന്റെ പൈസ എത്ര? എനിക്ക് 150 വരും. 150 ഗുണമേ അവിടെ നിന്ന് കയറാം. ഓരോ സാറേ എനിക്ക് പൈസ കിട്ടിയാൽ പറ്റും. എനിക്ക് 150 രൂപ കിട്ടിയാൽ പറ്റും. എനിക്ക് പൈസ കിട്ടിയാൽ പറ്റും. സാർ പോ സാറേ സാർ പോ സാർ പോ സാറേ. ഞാനേ തിരിച്ചു തല്ലാത്തോണ്ടാ പറയാം. ഇതുപോലൊരു മോൾ എന്റെ വീട്ടിലുണ്ട്. സാർ ഓർക്കും. എടുത്തോണ്ട് പോകാൻ എന്റെ വണ്ടി വേണ്ട പറ്റുള്ളൂ. കവലയിലോ കാലം എല്ലാത്തിനും സാക്ഷിയാ സാറേ. സാറ് മനസ്സിൽ കുറിച്ചിട്ടും ഇത് വേദനിക്കുന്നവന്റെ വാക്കാം. കോട്ടെ മോളെ ഇപ്പൊ മനസ്സിലായി സാറേ ഞാൻ ആരാണെന്ന്. സഹോദരൻ മാപ്പ്. എന്റെ മദ്യപാനമാണ് എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത്. പണത്തിന്റെ അഹങ്കാരമായിരുന്നു എനിക്ക്. പക്ഷേ ഒരൊറ്റ നിമിഷം കൊണ്ട് നിങ്ങൾ എനിക്ക് ബോധ്യമാക്കി തന്നു. സാറ് മുഖം അടച്ച് ആക്ഷേപിച്ചില്ലേ തെണ്ടിയും പട്ടിയെന്നും ഒക്കെ. ആ തെണ്ടിയുടെയും പട്ടിയുടെയൊക്കെ ചോരയാ സാറേ സാറിന്റെ മോടെ ഞരമ്പിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഞങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കും സാറേ. പക്ഷെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന നല്ല മനസ്സുണ്ട്. പണത്തിനും അപ്പുറം മനുഷ്യത്വത്തിനും ബന്ധങ്ങൾക്കും അനുഭവത്തിനും വില കൊടുക്കണം സാറേ. മനുഷ്യനെ മനസ്സിലാക്കാൻ പഠിക്കണം സാറേ. അതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ പാഠം.